ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നല്ല മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. ഈ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മാങ്ങയാണ് എടുക്കുന്നത്. അത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങയാണ്. പിന്നെ ചെറുതായി മൂത്ത് തുടങ്ങിയിട്ട് കുറച്ച് പുളിയൊക്കെ ഉള്ള മാങ്ങയാണ് ഈ ജ്യൂസ് അടിക്കാൻ കൂടുതൽ നല്ലത്. കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങയുടെ തൊലിയൊന്ന് മാറ്റിയതിന് ശേഷം ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ ജാറിലേക്ക് നമുക്ക് ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുകയാണ് നല്ലത്. എന്നാൽ നമുക്കത് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ജ്യൂസിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമ്മുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഒരുപാട് വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ വേണ്ടത് ഒരു 2 പുതിനയില ചേർക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിംഗ് ആണ് ജ്യൂസിന് ഉണ്ടാവുക. പിന്നെ ഈ ജ്യൂസിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാങ്ങ ഒന്ന് അടിച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അരഞ്ഞു കിട്ടാൻ പ്രയാസമാകും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഈ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 1/4 കപ്പാണല്ലോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ബാക്കി ഇനി 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 5-8 ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജ്യൂസിൻ്റെ മേലെ നമുക്ക് ഒരു പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്